എൻ്റെ ക്യാരക്ടറും സ്റ്റാർട്ടിങ്ങിൽ എഴുതിയത് വേറെ ആയിരുന്നു. കുറച്ച് ഏജ് ആയിട്ടുള്ള 45 ഇയേഴ്സ്. 45 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ഏജ് ആണോ? അവനെ എനിക്ക് എത്ര വയസ്സായിരുന്നു ഞാൻ പറയില്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ജസ്റ്റ് പാസ് ഔട്ടായി ഇറങ്ങിയ സമയമാണ്. അപ്പോൾ അങ്ങനെ ശരിക്കും ഞാൻ എല്ലായിടത്തും പോയി ജോലി വല്ലതും ഉണ്ടോ ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു ചെറിയ റോളിൻ്റെ ഓഡിഷൻ. അപ്പോൾ അതിൻ്റെ ഓഡിഷൻ കൊടുത്തു. പിന്നെ സെലക്ഷൻ ആയപ്പോഴാണ് മനസ്സിലായത് ഇത് ഹോളിവുഡ് പടമാണത്, കുറച്ചുകൂടി പൈസ ചോദിക്കായിരുന്നു. ഹോളിവുഡ് പടത്തിൽ ഒരു ചെറിയ റോള് ചെയ്തു എന്നൊക്കെ പറയാൻ നമുക്കൊരു നാണക്കേടായിരുന്നു ആ സമയത്ത്. നമ്മുടെ വിചാരം നമ്മൾ വലിയ നായകനാവേണ്ട ആളാണ്, ഷാറുഖ് ഖാനെയൊക്കെ കോമ്പറ്റീഷൻ കൊടുക്കുന്ന ആളാണ്. അപ്പോൾ എല്ലാ സീനും കാണാൻ പിടിച്ചിരിക്കുക. അപ്പോൾ അടുത്ത സീൻ ഇതാന്ന് പറയും, അസോസിയേറ്റ് എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതായിരിക്കും എടുക്കുന്നത്. ഒരു ദിവസം 25 സീൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഒറ്റ ദിവസം. അടുത്ത പടം 10 ദിവസം കൊണ്ട് ഷാൻചേട്ടന്റെ ഐഡിയപരമായിട്ടുള്ള നീക്കമാണോ അറിയില്ല. കുറച്ച് ഡയറക്ടേഴ്സിനെ തന്നെ അഭിനയിപ്പിച്ചാണ്. അവർക്കാവുമ്പോ കാര്യങ്ങൾ പെട്ടെന്ന് അറിയാം. സൈക്കോളജിക്കൽ വേറൊരാൾ നിൽക്കില്ല. ഇത് ഇവരുടെ ടൈമിങ്ങിന്റെ കാര്യം പോയി കഴിഞ്ഞാൽ എന്താ അറിയാം. മലയാള ഇൻഡസ്ട്രിയിൽ ഇതുപോലത്തെ ഒരു കോപ്പറേഷൻ നമുക്ക് എല്ലായിടത്തും കിട്ടുള്ളൂ. വേറെ ഇൻഡസ്ട്രീസിൽ പോകുമ്പോൾ ആ റെസ്പെക്റ്റ് മലയാള ഇൻഡസ്ട്രിക്ക് എപ്പോഴും ആ ഒരു പ്രത്യേക റെസ്പെക്റ്റ് ഉണ്ട്. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. എന്തായാലും C5 റിലീസാകാൻ പോകുന്ന ആദ്യത്തെ മലയാളം സീരീസ് കമ്പട്ടത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. ഒരു പോസ്റ്റർ ഇറങ്ങിയപ്പോൾ തന്നെ ഇത്ര അധികം ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു ഉഗ്രൻ ടീമിൻ്റെ എഫേർട്ട് ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ച് അംഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. വിശേഷങ്ങളൊക്കെ നേരിട്ട് ചോദിച്ചറിയാം. എന്തായാലും നമ്മളോടൊപ്പം ചേരാൻ നമ്മുടെ അജയ് വാസ്തവ്, അതുപോലെ തന്നെ നമ്മുടെ സുദേവേട്ടൻ, അരുൺ ചേട്ടൻ, നമ്മുടെ ജിൻ ചേട്ടൻ. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ടാണ് നമ്മൾ 4 പേരും ഇരിക്കുന്നത്. എന്തായാലും കുറേ കാര്യങ്ങൾ ചോദിച്ചറിയാറുണ്ട്. എന്നിട്ട് ആദ്യം തന്നെ നമ്മുടെ ഡയറക്ടർ എന്നുള്ള ഒരു കാര്യം ചോദിക്കാറുണ്ട്. ഇതിൽ ആക്ടറാണ്. ശരിക്കും പറഞ്ഞാൽ 11 ദിവസം കൊണ്ട് ഒരു സീരീസ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ അതിൻ്റെ പുറകിൽ ഒരുപാട് എഫേർട്ടുകളുണ്ടാവും. അത് എങ്ങനെ ചെയ്ത് തീർക്കുന്ന തന്നെ ടെൻഷൻ ഉണ്ടാവും. ഭയങ്കര എഫേർട്ട് എടുത്തിട്ടാണ് ഈ വർക്ക് കഴിഞ്ഞേക്കുന്നത്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അതിനെക്കുറിച്ച് അതിൻ്റെ ഡയറക്ടറും ടീമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇവർ നന്നായിട്ട് പ്രീ പ്രൊഡക്ഷൻ ചെയ്തിരുന്നു. അപ്പോൾ ഓരോ ദിവസം ചെയ്യേണ്ട സീൻസിനെ പറ്റി നേരത്തെ തന്നെ എല്ലാ ടെക്നീഷ്യൻസിനോടും സംസാരിച്ച്, പിന്നെ അത് മാത്രമല്ല പല പ്ലാനുണ്ട്, പ്ലാൻ എ, പ്ലാൻ ബി എന്നൊക്കെ പറഞ്ഞ പോലെ. ഇപ്പം മഴ പെയ്ത് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റുന്ന സീൻസ് ഏതാണ്, അങ്ങനെ അവർ ഒരു ലിസ്റ്റ് ഓഫ് സീൻസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിർത്തി അവർ മാറിയിരിക്കില്ല. ആ സീൻ മഴയത്ത് ഷൂട്ട് ചെയ്യും. മഴ നിന്ന് കഴിഞ്ഞാൽ അവർ ആർട്ടിഫിഷ്യൽ റെയിൻ വെച്ച് ഷൂട്ട് ചെയ്യും. അപ്പോൾ അതായത് അവർ ഒരു സമയം പോലും ടൈം വേസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ ആ ക്രൂവിനെ മൊത്തത്തിൽ, ഡയറക്ടറാണെങ്കിലും ക്യാമറാമാനും ഓഫ് കോഴ്സ് ആർട്ടിസ്റ്റ് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ 11 ദിവസം കൊണ്ട് അത് തീർക്കാൻ പറ്റും. അതും വിത്ത് നല്ല ക്വാളിറ്റിയിൽ. ഓക്കെ, ഇതിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരുപാട് ആൾക്കാരുടെ സഹകരണങ്ങൾ ഈ മൂവിയിൽ വന്നിട്ട്, നമ്മുടെ ഈ സീരീസിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു അതിഥിയായിട്ട് വന്നാണ് മഴ. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. പക്ഷെ അത് ടെൻഷൻ ആവാതെ മഴയിൽ ഒരു കഥാപാത്രമാക്കിയെന്ന് പറയുന്നത്. അപ്പൊ അത്രയും ഐഡിയപരമായിട്ടുള്ള വർക്കാണ് അതിന്റെ പുറകിൽ. വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. ഓക്കെ, സുഹേട്ടാ വളരെ ഇഷ്ടമുള്ളൊരു നടനാണ്. ചെയ്യുന്ന കഥാപാത്രങ്ങൾക്കൊക്കെ ഒരു വ്യത്യസ്തമായൊരു ശൈലി കൊണ്ടിരുന്ന ഒരാളാണ്. ഒരുപാട് സന്തോഷം കാണാൻ പറ്റിയതിൽ. അപ്പോൾ ഇതേ പറഞ്ഞ പോലെ തന്നെ 9 ദിവസമാണ് നമ്മുടെ ക്യാരക്ടറിന് വേണ്ടി ഇതിൽ ചിലവാക്കിയത്. ആകെ 11 ദിവസമുള്ള വർക്കിൽ 9 ദിവസം കൊണ്ട് ഒരു ക്യാരക്ടറിന് മാറുന്നതിനല്ല, ആ ക്യാരക്ടറിലേക്കുള്ളൊരു ജേണി എങ്ങനെയായിരുന്നു? ആക്ച്വലി ഈ ഫിലിമിൻ്റെ അപ്രോച്ച് പറഞ്ഞ പോലെ പ്ലാനിങ് കുറേ ഉണ്ടായിരുന്നു. അതേസമയം ഫ്ലെക്സിബിലിറ്റിയും അത്ര തന്നെ ഉണ്ടായിരുന്നു. പ്ലാൻ ടു ബി ഫ്ലെക്സിബിൾ എന്നൊക്കെ പറയാം. അതായത് മഴ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, മഴ ഇല്ലാത്തപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും, പിന്നെ ആർട്ടിഫിഷ്യൽ റെയിൻ വെച്ച്. അതുപോലെ തന്നെ എൻ്റെ ക്യാരക്ടറും സ്റ്റാർട്ടിങ്ങിൽ എഴുതിയത് വേറെ ആയിരുന്നു. കുറച്ച് ഏജ് ആയിട്ടുള്ള ഒരു 45 ഇയേഴ്സ്, പേഴ്സണൽ ലൈഫൊക്കെ ഡൗൺ ആയിട്ട് പോകണ. അവനെ എല്ലാരും ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് 47 വയസ്സായി. എനിക്ക് എത്ര വയസ്സായെന്ന് ഞാൻ പറയില്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് 45 ഏജ് ആണെന്ന്. ഒരു നരയൊക്കെ വെച്ച് അങ്ങനെ കുറച്ച് ഫിസിക്കലി ഒട്ടും അപ്പീലിംഗ് അല്ലാത്ത ഒരു വളരെ ഡൗൺ ആയിട്ടുള്ള ഒരു, പക്ഷെ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള
അപ്പോൾ ആ ഒരു കോൺട്രാസ്റ്റും അങ്ങനെ പ്ലേ ചെയ്യാനായിരുന്നു അതിൻ്റെ ഇനീഷ്യൽ ഐഡിയ. പക്ഷേ ഫസ്റ്റ് ഡേ ഞാൻ ഈ യൂണിഫോമൊക്കെ ഇട്ട് വന്നപ്പോഴേക്കും ഷാന് തോന്നി ഇപ്പോൾ എനിക്ക് ഓൾറെഡി ഉള്ള പേഴ്സണാലിറ്റിയെ അങ്ങോട്ടേക്ക് മാറ്റാൻ കുറേ അതിൽ നിന്ന് വെട്ടിമുറിച്ച് കളഞ്ഞ് ആക്കേണ്ടി വരും. അതിനേലും നല്ലത് ഇതിനെ കുറച്ചുകൂടി നമ്മൾ ബൂസ്റ്റ് ചെയ്താൽ അത് കുറേ കൂടി ഫ്രൂട്ട്ഫുൾ ആയിരിക്കുന്നു ഷാന് തോന്നിയിട്ട് അവിടെ ഫസ്റ്റ് ഡേ തന്നെ എല്ലാം മാറ്റി. ഇത് പറഞ്ഞ പോലെ പ്ലാനൊക്കെ ചെയ്ത് അതിനെ ഫ്ലെക്സിബിളാക്കി കിട്ടുന്നത് അനുസരിച്ച് അതിനെ മോൾഡ് ചെയ്ത് വേറെ രീതിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ക്യാരക്ടറേ ഫുൾ മാറി. ഞാനും അതിൻ്റെ കൂടെ ഒഴുകി. അതെ അതെ. പിന്നെ ഞാൻ ശരിക്കും നരയൊക്കെ ഉണ്ടായിരുന്നു. നരയൊക്കെ വെച്ചിട്ടാണ് ഞാൻ വന്നത്. നരയൊക്കെ കളഞ്ഞ് പ്രോപ്പറായിട്ട് നല്ല ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറുടെ ക്യാരക്ടറാക്കി തന്നെ മാറിയത്. അപ്പോൾ അതിൽ വേറെ ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഡൗൺ ഓൺ ദ ലക്ക് ഒരു ഡ്രങ്കേർഡ് അങ്ങനത്തെ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ചെയ്യാൻ അതും ഇതും ഉണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇതുണ്ട്. പക്ഷേ ഇതിൽ അതൊന്നും ചെയ്യാനില്ല. വളരെ ഗിമിക്സ് ഒന്നും ഇല്ലാതെ പ്രസൻസും ആ ഒരു ഓണസ്റ്റിയിൽ മാത്രം പ്ലേ ചെയ്ത് ഇൻട്രസ്റ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതാണ് അതിൻ്റെ ചാലഞ്ച്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഈ ക്യാരക്ടറിന് ഒരു ജീവൻ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓരോരുത്തരുടെ ഇതിൽ ആരും നിസ്സാരക്കാരല്ല. ഒന്ന് ചെറിയൊരു ക്യാരക്ടർ പോയേക്കുന്ന ആൾക്കാരൊരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. അതുപോലെ അർജുന ഫോട്ടോഗ്രാഫറായിട്ട് വന്ന് മലയാള സിനിമയുടെ കയ്യിലെടുക്കാനുള്ള പരിപാടിയിൽ നിൽക്കുകയാണ്. ചിരിയിൽ എല്ലാരും അങ്ങ് വീണു. അല്ല, ഭയങ്കര ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സിലുള്ള ഒരു ചിരിയാണ് ആ ചിരിയിൽ. അങ്ങനെയാണോ? ഞങ്ങള് തമ്മിലൊരു സീനുണ്ടായിരുന്നേ. അപ്പൊ അത് ഒരു സീനല്ല, ഒരു ഗോഡൌൺ പോലത്തെ ഒരു സ്ഥലത്തൊരു ഇന്റീരിയർ ഗോഡൌൺ സീൻ 33A. അല്ല, ഒരു ലൊക്കേഷനിൽ 3-4 സീനുണ്ട്. അപ്പൊ എല്ലാ സീനും കാണാൻ പിടിച്ചിരിക്കുക. അപ്പൊ അടുത്ത സീൻ ഇതാന്ന് പറയും. അസോസിയേറ്റ് എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് അതായിരിക്കും എടുക്കുന്നത്. അല്ല, ഞാൻ അതേപോലെ പറഞ്ഞ വേറെ പുള്ളിയുടെ കംപ്ലീറ്റ് കഴിയുന്നു. പിന്നെ എല്ലാ സീനും മൊത്തം കാണാൻ പഠിക്കും. അപ്പൊ പുള്ളിക്ക് എല്ലാം അറിയാം. പുള്ളിയുടെ ഡയലോഗ് അറിയാം, എന്റെ ഡയലോഗ് അറിയാം, എന്നിട്ട് ഡിസ്ക്രിപ്ഷൻ വരെ കാണാൻ പഠിക്കും. അത് ഇവരെല്ലാം ഭയങ്കര എക്സ്പീരിയൻസ് അല്ലേ. അപ്പോൾ ദിവസം കുറവാണല്ലോ. അപ്പോൾ ഇതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു സാധനം ഇപ്പോൾ സുദേബായിയാണ് ഓപ്പോസിറ്റ്, സുദേബായിയുടെ മൊത്തം അങ്ങ് എടുക്കും. അപ്പോൾ ഞാൻ പറയുന്നത് ചിലപ്പോൾ ഒരു 3 മണിക്കൂർ ശേഷമാണ്. അപ്പോൾ ഞാനിത് ആദ്യത്തെ ഒരു ദിവസം ഞാൻ പോയി മൊത്തത്തിൽ കിളി പോയി. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് മൊത്തം പഠിച്ചാലേ മഴ വന്നാൽ മഴയത്തുള്ളത് എടുക്കും. മൊത്തത്തിൽ അവന് സന്ദീപുണ്ട്. ഞാൻ പറയടാ മൊത്തം എന്താ അവസാനം ഞാൻ ഈ പറഞ്ഞ പോലെയാണ്. ഇദ്ദേഹം അങ്ങോട്ട് നടന്നു പോകണം, അതുവരെ ഞാൻ പഠിച്ച മൊത്തം ക്ലൈമറ്റ് നോക്കി അല്ലാതെ ചെയ്യാൻ പറ്റില്ല. കാരണം ഷാൻ ഭായ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും, മഴ പെയ്ത് കഴിഞ്ഞാൽ അരുൺ ഭായ് നമുക്ക് ഇത് നിർത്താം, മറ്റത് എടുക്കാന്ന് പറയും. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ പോകണം. അപ്പോൾ അത് പഠിക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ 10ാം ക്ലാസ്സിലും പ്രീ ഡിഗ്രിയിലും പോലും ചെയ്തില്ല. അത് ഡിസ്ക്രിപ്ഷൻ ഒക്കെ കാണാതെ പറയുന്നത്. അങ്ങനെ പോലീസ് കൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസ് കൊണ്ട് ദൂരത്തേക്ക് പോകുന്നു. ഇതൊക്കെ കാണാതെ അതേപോലെ പറയുന്നത് വെച്ചാൽ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ പറയും, അതേപോലെ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് നിങ്ങൾ ഈ കോണ്ടോർ വഴി നടന്നു, അതേപോലെ നിങ്ങൾ ഇതൊക്കെ കാണാൻ ചിരിച്ച് അങ്ങനെ ആലോചിച്ചിരിക്കട്ടെ എന്തൊക്കെയാ നടക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് അല്ലേ? ഇനീഷ്യലി ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ കുറേ സിനിമകൾ ചെയ്തതിൻ്റെ ഒരു പരിചയത്തിൽ 11 days ഇത്രയും ആർട്ടിസ്റ്റ്, ഇത്രയും വലിയ സ്റ്റോറി, ഭയങ്കര അടക്കവും ദുഃഖവും. ഇങ്ങനെയല്ല സംസാരിക്കാറ്, ഇങ്ങനെയല്ല ഞങ്ങളുടെ ജീൻസ് ബ്രോ, ഇങ്ങനെയല്ല. കാര്യം പറയുമ്പോൾ കുറച്ചും കൂടെ അപ്പോൾ ഞാൻ ഷാനോട് ആദ്യം ചോദിച്ചത്, ഷാൻ ഈസ് ഇറ്റ് പ്രാക്ടിക്കലി പോസിബിൾ? നമ്മൾ കുറേ സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. മലയാള സിനിമ എടുക്കുന്ന രീതി അറിയാം, അതിൽ അഭിനയിക്കുന്ന ആളുകളുടെ സ്വഭാവം അറിയാം. ഇപ്പോൾ ഒരു സ്റ്റാറാണ് നായകനായിട്ട് വരുന്നത്. അപ്പോൾ സ്റ്റാർഡത്തിൻ്റെ പ്രശ്നങ്ങൾ, സെലിബ്രിറ്റി പ്രശ്നങ്ങൾ എല്ലാം നമുക്കറിയാം. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്, പോസിബിൾ ആണോ?
വർക്കൗട്ട് ആവുമോ 11 days? ഞാൻ റെഡിയാണ്. ഈവൻ എനിക്ക് എൻ്റെ കാര്യത്തിൽ തന്നെ സംശയം. കാരണം 11 days ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ത്രൂ ഔട്ടുള്ള ക്യാരക്ടർ. അപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചത് ആരൊക്കെയാണ് കോ ആർട്ടിസ്റ്റ്. എനിക്ക് അതിലാണ്, കാരണം ബാക്കി എന്തും ഷാനിന് കോൺഫിഡൻസ് ഹാൻഡിൽ ചെയ്യാം. പക്ഷേ ഇപ്പോഴത്തെ ആർട്ടിസ്റ്റ് ഒന്ന് എന്തെങ്കിലും പാളിച്ച പറ്റിയാൽ കംപ്ലീറ്റ്ലി കഴിഞ്ഞു പോകും. പിന്നെ നമ്മൾ വിചാരിച്ച ക്വാളിറ്റിയും കിട്ടില്ല, നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാനും പറ്റില്ല. പിന്നെ സെറ്റിൽ വന്ന് ഞാൻ ഇവരെയൊക്കെ കണ്ടപ്പോഴാണ് അത് വർക്ക് അപ്പോഴും വിശ്വാസം പറ്റില്ല 11 days തീരുന്നുള്ളത്. ആ ഓൺ ഗോയിങ്ങിൽ ഞാൻ ചോദിക്കും ഇനി എത്രയുണ്ട്, ഇനി എത്ര എപ്പിസോഡായി, അപ്പോൾ ഇത്ര പെർസെൻറ്റേജ്. ഞാൻ ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ട് ചോദിച്ചപ്പോൾ ഒരു 70% 70% എങ്ങനെ എടുക്കണു? കാരണം ഓവർ ദ നൈറ്റ് ഈ പറയുന്നത് പോലെ വ്യക്തമായ പ്ലാനിങ്, അതായത് ആ ടൗണിൽ തന്നെ അടുത്തടുത്തുള്ള ലൊക്കേഷൻസ് പെട്ടെന്ന് ചാർട്ട് ചെയ്യുക. അപ്പോൾ ഒരു ടീം വർക്ക് ഇതിൻ്റെ പിന്നിൽ, നമ്മൾ വരുന്നേ മുന്നിൽ ഒരു ടീം വർക്ക് പ്രിപ്പറേഷൻസിൽ ബ്യൂട്ടിഫുള്ളായി ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഈ പറയുന്ന എക്സിക്യൂഷൻ പോസിബിൾ അല്ല. ഞാൻ ആ വർക്ക് കാണുമ്പോൾ പറയാം, നമ്മൾ വെറുതെ ഒരു റൂമിൽ ചെയ്യുന്ന ഒരു പരിപാടിയല്ല. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഔട്ട്ഡോറും ഇൻഡോർസും ഈ പറയുന്ന റെയിനും പല ടെറൈനും പല ആംബിയൻസും എല്ലാം കൂടെ അത് ഭയങ്കര എക്സ്പീരിയൻസ്. ആസ് എൻ ആക്ടറും നമുക്കും ഭയങ്കര എക്സ്പീരിയൻസ്. നമുക്ക് അതിൻ്റെ കൂടെ ഓടാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വലിയ കാര്യം. അപ്പോൾ ഷാനിന് ഉറപ്പായിട്ടും ഈ കാര്യത്തിൽ ഇപ്പോഴും ഞാൻ ഇപ്പോഴേ ഒരു പോസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് ഷാൻ. ലൈക്ക് അല്ല വർക്ക് ചെയ്ത് തുടങ്ങുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കി ഷാൻ എത്രത്തോളം സീരിയസ് ആണ്. കാരണം ഡയറക്ടർ എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ചല്ലോ ഒരു തലവേദന വന്നാൽ ചിലപ്പോൾ മൊത്തം പ്ലാനിങ് മാറും. അത്ര ഡെഡിക്കേഷൻ ആണ്, അത്ര ഡിറ്റർമിനേഷൻ ആണ്. ഇടയ്ക്ക് പനിയൊക്കെ ഉണ്ടായിരുന്നില്ലേ? സുഖമില്ലാതെയാണ് പനിയോടെ ഇഞ്ചക്ഷനൊക്കെ അടിച്ചത്. അപ്പോൾ നമ്മളെല്ലാം പക്ഷെ എപ്പോഴും പോസിറ്റീവ് ആയിരുന്നു, എപ്പോഴും പോസിറ്റീവ്. എപ്പോഴും പുള്ളിയെ ഡൗൺ ആയിട്ട് കണ്ടിട്ടേ ഇല്ല. എന്തൊക്കെ ഓബ്സ്റ്റക്കിൾസ് വന്നാലും മിഡ് നൈറ്റിലും അത് രാവിലെ 6 മണി വരെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 25 സീൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഒറ്റ ദിവസം. അടുത്ത പടം 10 ദിവസം കൊണ്ട് ഡയലോഗ് പഠിക്കുന്ന ആൾക്കാരുണ്ടോ? കൊളാബറേറ്റ് ചെയ്യുന്ന ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വലിയ ആൾക്കാർ അവിടെ. അല്ല ഞാൻ നമ്മളുടെ ഇപ്പം ലാസ്റ്റ് ചെയ്ത പകലും പാതിരാവും 28 ദിവസം പ്ലാൻ ചെയ്തിട്ട് 23 ദിവസം തീർന്നു. അങ്ങനെ ടീമിന്റെ സപ്പോർട്ട് ഇല്ലാതെ നടക്കില്ല. അത് മാത്രമല്ല ഇവിടെ എറണാകുളത്ത് ഞങ്ങൾ മറ്റേ അരുണുമായിട്ട് ജിയോ ബേബി ചേട്ടനായിട്ട് ഒരു സീനുണ്ട്. അത് ഫുൾ നൈറ്റ് പോയി, 6 മണി വരെ പോയി, 6 മണി വരെ ഷൂട്ട് ചെയ്തു. അതായത് സൂര്യൻ വന്നിട്ട് വരെ നമ്മൾ ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എൻ്റെ തീർന്നു, ജിയോ ചേട്ടൻ തീർന്നു. ബാക്കി ഈ ടീം കംപ്ലീറ്റ് പാലക്കാട്ടേക്ക് പോവാ, അവിടെ പോയിട്ട് പകൽ ഷൂട്ട് ചെയ്യാം. 2 മണിക്കൂർ ഉറങ്ങിയിട്ട് 2 മണി വണ്ടി കിടന്ന് ഉറങ്ങും. ഇതില് ഷാൻചാറിന്റെ ഐഡിയപരമായിട്ടുള്ള നീക്കണമെന്ന് പറയില്ല, കുറച്ച് ഡയറക്ടേഴ്സിനെ തന്നെ ഇതിൽ അഭിനയിപ്പിച്ചാണ്. അവർക്കാവുമ്പോ കാര്യങ്ങൾ പെട്ടെന്ന് അറിയാവട്ടെ. കറക്റ്റ് സൈക്കോളജിക്കൽ വേറൊരാൾ നിൽക്കില്ല. ഇത് ഇവരുടെ ടൈമിങ്ങിന്റെ കാര്യം പോയി കഴിഞ്ഞാൽ എന്താ ഇവർക്ക് അറിയാം. അത് ഒരു ദിവസം 5 മണിയാവാൻ നേരത്ത് ഒരു അവിടുത്തെ റോഡിലൊരു ഇതുണ്ട്, ഫുട്പാത്ത് ഉണ്ട്. അതിനകത്ത് അജയേട്ടൻ ജിയോ ചേട്ടൻ എല്ലാവരും ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഒരാൾ കിടക്കുന്നു, ഒരാൾ. അത് ഡയറക്ടേഴ്സ് ആയതുകൊണ്ടാണ് ഇരുന്നത്. മലയാളത്തിന്റെ ഡയറക്ടേഴ്സിന് അല്ല വൈകുന്നേരം ആ റോഡിൽ ഷൂട്ട് ചെയ്യുമ്പം ഈവനിങ് മറ്റേ ആൾക്കാരൊക്കെ നടക്കുമായിരുന്നു. ഇത് രാവിലെ മോർണിംഗ് വാക്കിന് ആൾ വന്ന് നടക്കും. ഇത് ആക്ച്വലി പോസിബിൾ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ മാത്രമേ ഉള്ളൂ. മലയാള ഇൻഡസ്ട്രിയിലെ ഇതുപോലത്തെ ഒരു കോഓപ്പറേഷൻ നമുക്ക് എല്ലായിടത്തും കിട്ടുള്ളൂ. അത് ആ റെസ്പെക്ട് നമുക്ക് പുറത്ത് പോകുമ്പോഴുണ്ട്, വേറെ ഇൻഡസ്ട്രീസിൽ പോകുമ്പോൾ ആ റെസ്പെക്ട് മലയാള ഇൻഡസ്ട്രിക്ക് എപ്പോഴും ആ ഒരു പ്രത്യേക റെസ്പെക്ട് ഉണ്ട്. അത് ഇപ്പോൾ നമുക്ക് സുദേവേട്ടൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ അതും ഇത് ഞങ്ങൾ മലയാളികളുടെ നടന്ന് പറയാൻ പറ്റില്ല ഞങ്ങൾക്ക്. കാരണം എല്ലാ ഭാഷയിലും ഇംഗ്ലീഷ് ഓർത്തെ പോലും പോയി അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? $1 million ആ മൂവിയിലേക്ക് എങ്ങനെ എത്തിയ ഇംഗ്ലീഷ് ഓർത്തിൽ? അതിങ്ങനെ ഓഡിഷൻ കൊടുത്ത് ചേട്ടാ വല്ല ജോലിയുണ്ടോ എന്ന് ചോദിച്ചാൽ നേരത്തെ ചേട്ടൻ്റെ പന്തലിലേക്ക് അയക്കാം ചേട്ടാ, ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയി. അല്ല അത് ലൈൻ പ്രൊഡ്യൂസർ അതിൻ്റെ ബോംബെയിലായിരുന്നല്ലോ. അപ്പോൾ ഞാൻ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജസ്റ്റ് പാസ് ഔട്ടായി ഇറങ്ങിയ സമയമാണ്. അപ്പോൾ അങ്ങനെ ശരിക്കും ഞാൻ എല്ലായിടത്തും പോയി ജോലി വല്ലതും ഉണ്ടോ ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു ചെറിയ റോളിൻ്റെ ഓഡിഷൻ ചെയ്യാൻ വന്നു. അപ്പോൾ ഞാനത് ഓഡിഷൻ. ആ ഒരു കോൺഫിഡൻസ് കിട്ടിയത് എങ്ങനെയാണ് ഒരു ഇംഗ്ലീഷ് മൂവിയിലേക്ക് ഇത് അയച്ചു കൊടുത്ത്?
ഞാൻ അറിഞ്ഞില്ല അത് ഇംഗ്ലീഷ് മൂവിയാണെന്ന്. അത് ഒരു മൂവിയാണ്. അപ്പോൾ അതിൻ്റെ ഓഡിഷൻ കൊടുത്തു. പിന്നെ സെലക്ഷൻ ആയപ്പോഴാണ് മനസ്സിലായത് ഇത് ഹോളിവുഡ് പടമാണത്, കുറച്ചുകൂടി പൈസ ചോദിക്കായിരുന്നു. സെലക്ഷൻ കിട്ടിയത് ആരെയൊക്കെ ആദ്യം വിളിച്ചു പറഞ്ഞത്? സന്തോഷത്തോടെയാണോ അഹങ്കാരത്തോടെയാണോ വിളിച്ചു പറഞ്ഞത്? എടാ കിട്ടിയടാ? ഇല്ല എനിക്ക് അറിയായിരുന്നു ഇത്. നമ്മൾ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിനൊക്കെ പഠിച്ചു വന്ന് നമ്മൾ ഭയങ്കര വലിയ ആളല്ലേ ആ സമയത്ത്. ഒരു $1 മില്യൺ ആമെന്ന് പറഞ്ഞ ഹോളിവുഡ് പടത്തിൽ ഒരു ചെറിയ റോള് ചെയ്തു എന്നൊക്കെ പറയാൻ നമുക്കൊരു നാണക്കേടായിരുന്നു ആ സമയത്ത്. ആ സമയത്ത് നമ്മുടെ വിചാരം നമ്മൾ വലിയ നായകനാവേണ്ട ആളാണ്, ഷാറുഖ് ഖാനെയൊക്കെ കോമ്പറ്റീഷൻ കൊടുക്കുന്ന ആളാണ് എന്നൊക്കെയാണ് നമ്മുടെ വിചാരം. അത് ഒരു മാസം 2 മാസം നിൽക്കും അങ്ങനെ നമ്മൾ. പിന്നെ പതുക്കെ നമുക്ക് റിയാലിറ്റി മനസ്സിലാവും എന്താണ്, എത്ര ടാലൻറ്റഡ് ആൾക്കാർ ഇവിടെ ഉണ്ട്, എങ്ങനെ എത്ര ഡിഫിക്കൾട്ടാണ്. പിന്നെ അപ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ വഴി പിന്നെ ഞാൻ ഡെഡ് ബോഡി ആയിട്ട് അഭിനയിച്ചു. അത് ഇതുപോലെ ഒരു എപ്പിസോഡിക് സീരിയലായിരുന്നു അത്, പൈ എന്ന് പറഞ്ഞൊരു ഇത്. അപ്പോൾ അവർ പറഞ്ഞു ഒരു മാത്തമാറ്റീഷ്യൻ്റെ റോളുണ്ട്, പൈ എന്ന് പറഞ്ഞ സീരിയലാണ്. അപ്പം ഞാൻ പറഞ്ഞു മാത്തമാറ്റീഷ്യൻ്റെ റോൾ പൈ നല്ലതായിരിക്കും, അപ്പോൾ സെൻട്രൽ ക്യാരക്ടറായിരിക്കും. ഞാൻ പോയി ഓഡിഷനൊക്കെ ചെയ്തു. പിന്നെ ഞാൻ സെലക്ഷനായി എന്ന് പറഞ്ഞു, കോൺഗ്രാറ്റുലേഷൻസ്. ഷൂട്ടിംഗ് ഞാൻ ഫിലിം സിറ്റിയിൽ പോയപ്പോഴാണ് മനസ്സിലായത് പൈ എന്ന് പറഞ്ഞാൽ ആക്ച്വലി പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറഞ്ഞ ആയിരുന്നു, PI. അപ്പോൾ അതിലെ ഒരു മാത്തമാറ്റീഷ്യൻ്റെ മർഡറായി. അത് ഡെഡ് ബോഡി ആണ് ഓപ്പണിംഗ് സീൻ. ആ മർഡറുടെ ഇൻവെസ്റ്റിഗേഷനാണ് ആ എപ്പിസോഡ്. അപ്പോൾ അങ്ങനെ ഞാൻ അതിൽ ഡെഡ് ബോഡി ആയിരുന്നു. ക്ലോസ് ഉണ്ടായിരുന്നു. അത് മതി, അതൊക്കെ. ഒരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ ഒരു സിനിമയിൽ, ഇപ്പോൾ ഒരു തമിഴ് സിനിമ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ഓക്കെ, അടുത്ത തമിഴ് സിനിമയിൽ നമ്മൾ വിളിക്കണമല്ലോ, നമ്മളതിന് ഇന്നായാലോ. ഒരു ഇംഗ്ലീഷ് മൂവിയിൽ ചെയ്തപ്പോൾ അടുത്ത ഇംഗ്ലീഷ് പടത്തിൽ നമ്മൾ വിളിക്കണമല്ലോ, ഒരു ഇത് വന്നായിരുന്നോ? ഒരു പ്രതീക്ഷ വന്നായിരുന്നോ? ഇല്ല, അങ്ങനെ വന്നില്ല. ശരിയാണല്ലോ, അത് കഴിവ് തെളിയിച്ച. അതെ, എന്തായാലും ഇപ്പം ഇങ്ങനെ കുറെ ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ, ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഓഡീഷനൊക്കെ പോയ പോലെ എല്ലാവർക്കും ഓരോ കഥകളുണ്ട്. ഇപ്പം ഞാൻ ഇദ്ദേഹത്തിൻ്റെ കുറേ കഥകൾ പറഞ്ഞപ്പോൾ IT ജോലി വേണ്ടെന്ന് വെച്ചിട്ട് ഈ മേഖലയിലേക്ക് ഇറങ്ങിയതാണ് അല്ലേ. ഇതിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഒരു 15 വർഷത്തോളമായില്ലേ നമ്മൾ ഈ മേഖലയിൽ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു സിനിമയിലേക്ക് അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയിലേക്ക് ഇഷ്ടപ്പെട്ട് വരികയാണ്. ഇഷ്ടപ്പെട്ട് വരുമ്പോൾ നമുക്കൊരു വേവ് ഉണ്ടാവും എപ്പോഴും. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ നേരെ ഡൗണിലേക്കും. 15 വർഷം നിങ്ങൾ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തത്? എന്ത് അതല്ലേ, ഇതിലേക്ക് നിൽക്കാം. നമുക്ക് ഒരു എനർജി നമുക്ക് വേണമല്ലോ, എവിടെയും ലോസ് ആവാൻ പാടില്ലല്ലോ. നമ്മൾ ഭയങ്കരമായിട്ട് ആളുകൾ രജിസ്റ്ററായി നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന വരെ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. ഒന്നുമില്ല, അവൻ എന്താ ജോലി, അവൻ നടനല്ലേ എന്ന് പറയുന്ന ആളുകളെല്ലാവരും, വീട്ടുകാരെല്ലാവരും ഒരേപോലെ പറയുന്നൊരു സമയമുണ്ട്. ഇപ്പോഴും ഒരുപാട് നല്ല ക്യാരക്ടറുകൾ ചെയ്തിട്ടുണ്ട്. എന്നാലും നമ്മൾ ബ്രദറിന് തന്നെ അറിയാം, ഒരു കറക്റ്റായിട്ട് തന്നെ ഒരാൾ യൂസ് ചെയ്തിട്ടില്ലെന്നറിയാം. അപ്പോൾ അതിലേക്ക് എത്തുന്നത് വരെ നമുക്കൊരു ടെൻഷൻ പീരീഡാണ്. എന്താണ് പുതിയ പടങ്ങൾ വരുന്നില്ല, ഒരു ഗ്യാപ്പൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതിലൊക്കെ എനർജി മിസ്സാവാതെ നമ്മളിങ്ങനെ പിടിച്ചു നിൽക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ഒന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ട. ആഗ്രഹം മാത്രം. ആഗ്രഹം, നമ്മുടെ ഇഷ്ടം, നമ്മുടെ സന്തോഷം, അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. അതിലിപ്പോൾ ആരും സാറ്റിസ്ഫൈ അല്ലല്ലോ നമ്മൾ ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്തത്. ഈ ഫീൽഡ് ചൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതേപോലെ സ്ട്രഗിൾസ് ഉണ്ടാവും. കാരണം നമ്മുടെ ഫാമിലിയിലോ എനിക്ക് പരിചയത്തിലോ എന്നെ മുന്നേ പോയ ആരും ഈ ഫീൽഡിൽ പോയിട്ടില്ല. സോ ഒരു ഫസ്റ്റ് ജനറേഷൻ എന്ന നിലയിൽ എന്തൊക്കെ സ്ട്രഗിൾസ് ഉണ്ടാവും, അതിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി എന്തോ കുറച്ചുള്ളത് കൊണ്ട് ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. ഓരോ സിനിമയും പുതിയതാണ്, ഓരോ സിനിമയും ബ്രേക്ക് തരുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. തീർച്ചയായും ഞാനത് ബ്രോനോട് ചോദിക്കാൻ കാരണം, ഒരുപാട് പേര് ഈ ആഗ്രഹം മനസ്സിലുണ്ടായിട്ടും ആഗ്രഹം മാറ്റി വെച്ചിട്ട് സിറ്റുവേഷൻ കാരണം അല്ല, എൻ്റെ ഒരു തോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കല്ല ഈ ഫൈറ്റ്. ഈ പ്രൊഫഷൻ പ്രത്യേകിച്ച് നമുക്ക് ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും നമ്മൾ കാണുന്ന ഓരോരുത്തരും നമ്മൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് എനർജി ഉണ്ടാവില്ല. നമ്മളെ വീട്ടിൽ നിന്നൊരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ വീട്ടിൽ പിന്നെ ആരെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായാൽ മതി. ഒരാൾ നെഗറ്റീവ് പറഞ്ഞാൽ നമ്മൾ തകർന്നു. അപ്പോൾ ആ സപ്പോർട്ട് സിസ്റ്റം സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് എത്ര കാലം വേണേൽ ട്രൈ ചെയ്യാം. ആ സപ്പോർട്ട് സിസ്റ്റം സ്ട്രോങ് ആവണമെങ്കിൽ നമ്മൾ ആ കോൺഫിഡൻസ് തിരിച്ചു കൊടുക്കണം കാലങ്ങളോളം, അല്ലെങ്കിൽ പോയി. അപ്പോൾ ഡെഡിക്കേഷൻ എന്നുള്ളത് ത്രൂ ഔട്ട് കമ്മിറ്റ്മെൻറ്റും പെർസീവറൻസും കാണിച്ചാൽ ചിലപ്പോൾ ഫാമിലിയിലുള്ളൊരു ഫ്രണ്ട്സൊക്കെ വിശ്വസിക്കുന്നുണ്ടാവും എപ്പോഴെങ്കിലും നന്നാവുന്നു. ആ ഒരു എനർജിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കൂടെ ഉണ്ടാവുക എന്നുള്ളത് വലിയൊരു ഫാക്ടർ. അപ്പോൾ നമ്മുടെ ഒറ്റയ്ക്കുള്ള ജേണി അല്ലാതെ
നമ്മുടെ ഒരു ഫാമിലിയും അല്ലെങ്കിൽ കുറച്ച് ആളുകളുടെ ജേണിയാണ് നമ്മുടെ സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രാർത്ഥന നമ്മുടെ ഇവിടെ ഉണ്ടാവും, അല്ലാതെ നമ്മുടെ കഴിവും നമ്മുടെ സ്ട്രഗിളും പരിപാടിയും ഒന്നും അല്ല. നല്ലൊരു ടീം നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ചുറ്റുള്ളവരുടെ കൂടെ തന്നെയുണ്ട്. അങ്ങനെയുള്ളവരെ കണ്ടെത്തുക, കൂടെ നിർത്തുക. ഓക്കെ, അതൊരു വിശ്വാസമാണ് അവർക്ക് നിങ്ങളോടുള്ള, നിങ്ങളുടെ യാത്ര കണ്ടത്. അടിപൊളി, നന്നായിരിക്കട്ടെ. അത് ഇവിടം വരെ എത്തിയിരിക്കുകയാണ്, ഇനി ഒരുപാട് കാര്യങ്ങളിലേക്ക് എത്തട്ടെ. അതുപോലെ ചേട്ടാ, ഇപ്പോൾ ചേട്ടൻ ചെയ്യുന്ന ക്യാരക്ടർ, ഇതിൽ എന്താണ് ആ ക്യാരക്ടറിൻ്റെ ഒരു സ്വഭാവം? ഷാജി എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണ്. ഇതിൽ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരത്തെ ഡൗണിലൊരു സീനുണ്ട്. ആ ടൈപ്പ് ഇപ്പം ഇതുവരെ ചെയ്തേക്കുന്ന ചേട്ടൻ നെഗറ്റീവ് ഷെയ്ഡ് തന്നെ, നെഗറ്റീവ് ഷെയ്ഡാണ്. അതുപോലെ സുധേട്ട ചെയ്യുന്ന ക്യാരക്ടറിൽ നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടറുകളാണെങ്കിലും ഒരു സ്റ്റൈലിഷ് ക്യാരക്ടറിനെയാണ് എപ്പോഴും കൂടുതൽ നമ്മൾ കണ്ടേക്കുന്നത്. നമ്മുടെ ഞാനിപ്പോൾ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ മൈ ലൈഫ് പാർട്ട്ണറിലൊക്കെ ഭയങ്കര ഫ്ലെക്സിബിളായിട്ട് അഭിനയിക്കണം. ആ കരയുന്ന സീനൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് ഇങ്ങനെ അഴിഞ്ഞാടി അഭിനയിക്കുക എന്നൊക്കെ പറയൂലേ, അങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്. അതേപോലത്തെ ഒരു വില്ലൻ ക്യാരക്ടർ ചെയ്യണമെന്ന് ആഗ്രഹം വന്നിട്ടില്ലേ? ഇങ്ങനെ ഫുള്ള് അതെ, വില്ലനല്ല, ഏത് ക്യാരക്ടറായാലും അങ്ങനെ. ശരിയാണ്, ഞാൻ യൂഷ്വലി എന്നെ കാസ്റ്റ് ചെയ്യുന്നത് ഒരു കുറച്ചൊന്ന് കണ്ടെയ്ൻഡായിട്ട് പോയ്സ് ആൻഡ് ഗ്രേസും അതൊക്കെ കാണിക്കുക. അപ്പം ഇങ്ങനെ വിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാനിപ്പോൾ ലാസ്റ്റ് ഒരു 3 വർഷമായിട്ട് തെലുങ്ക് പടങ്ങൾ ചെയ്ത് കുറച്ച്. അപ്പോൾ തെലുങ്കിൽ എനിക്ക് ആ റൂം കിട്ടാറുണ്ട്. പിന്നെ തെലുങ്ക് ലാംഗ്വേജും ആക്ച്വലി മലയാളത്തേക്കാളും ഈസിയാണ്. തെലുങ്ക് ഞാൻ പഠിച്ചു അവിടെ നിന്ന്. ഡബ്ബിങ്ങൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യണം. എനിക്ക് മലയാളം ഡബ്ബിങ്ങിനേലും കൂടുതൽ ഈസിയാണ് തെലുങ്ക് ഡബ്ബിങ്. അത് ലാംഗ്വേജ് എങ്ങനെയോ കുറച്ച് നമുക്ക് മലയാളം ഒരുവിധം പറയാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഏത് ലാംഗ്വേജും പഠിച്ചെടുക്കാം. പക്ഷേ തെലുങ്കിൻ്റെ ജോൺറ യൂഷ്വലി അങ്ങനെയാണ്, കുറച്ച് ലാർജർ ദാൻ ലൈഫും ഫ്രീ, അവർക്കെല്ലാം എക്സസ് വേണം. അപ്പോൾ അത് അല്ല, അവരുടെ സ്റ്റോറീസ് അങ്ങനെയാണ്, ക്യാരക്ടേഴ്സ് അങ്ങനെയാണ്. അതെ, ബോഡി ലാംഗ്വേജ് അവർക്ക് എല്ലാം കൂടുതൽ വേണം. അപ്പോൾ അതിൽ അഭിനയിക്കാൻ ആ ഒരു ഹരമുണ്ട്. അത് നമുക്കിങ്ങനെ വിട്ട് തരും അവർ. അപ്പോൾ അത് ചെയ്യാൻ കിട്ടും. അത് എല്ലാം പക്ഷെ വേണം. അതും കുറച്ച് കഴിയുമ്പോൾ ബോറാവും. ഓക്കെ, നമുക്കിപ്പോൾ ഈ മലയാളത്തിലേക്ക് വരുമ്പോൾ അങ്ങനത്തെ ക്യാരക്ടർ നമ്മൾ അന്വേഷിച്ച് നമ്മളെ തേടി എത്താത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ ചൂസ് ചെയ്യാത്തതാണോ? അല്ല, ഇതുവരെ അങ്ങനെ എത്താത്തത് കൊണ്ടാണ്. ആഗ്രഹമുണ്ട്, അതെ, അല്ലേ? ഉറപ്പായിട്ട് എത്തട്ടെ. ഇതേപോലെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ ഈ ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന്? എനിക്കോ? ചുറ്റും നോക്കിയിട്ട് എനിക്കോ? ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടെന്നേ, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഷാനുവിൻ്റെ നമ്മുടെ ഡയറക്ടറെ എല്ലാ പടത്തിലും എല്ലാ വെബ് സീരീസിലും അഭിനയിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ അഭിനയത്തിലേക്ക് കൊണ്ടുവന്നത് ആരാണ്? അഭിനയത്തിലേക്ക് കൊണ്ടുവന്ന ആദ്യമായിട്ട് കൊണ്ടുവന്ന സനൽകുമാർ. കൊറോണയാണ് കൊണ്ടുവന്നത്. പക്ഷേ ഞാൻ ആദ്യം 2017 ഒരു പടത്തിൽ ത്രൂ ഔട്ട് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. സനൽകുമാർ ശശിധരൻ്റെ സെക്സി ദുർഗയിലെ. അതിൽ സെക്സി ദുർഗ ഒരു വിവാദ ഹ്യൂസ് ടൈഗർ അവാർഡ് കിട്ടിയ പടം. അതിൽ 5 പേരിൽ ഒരാളായിരുന്നു. പക്ഷേ അത് പോയി അഭിനയിച്ചപ്പോൾ ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു, സന്നയുടെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ച് ഫോട്ടോ എടുക്കാനായിരിക്കും എന്ന് വിചാരിച്ചു. അവിടെ ചെന്ന് പറഞ്ഞു അഭിനയിക്കാനാണ്. ഞാൻ പറഞ്ഞു എനിക്ക് അഭിനയിക്കാറുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു നീ അഭിനയിക്കേണ്ട, ഞാൻ പറയുന്നതൊക്കെ കേട്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അഭിനയിച്ചാണ്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പുള്ളിയുടെ കൂടെയും കൂടി. പുള്ളിയുടെ സിനിമകൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും പുള്ളിയുടെ കൂടെ അസിസ്റ്റൻറ്റും അസോസിയേറ്റുമായിട്ടൊക്കെ നിൽക്കുകയാണ് ചെയ്തത്. പക്ഷേ കോവിഡ് വന്നപ്പോൾ എല്ലാം പുള്ളി ഒരു പടവും ഇല്ല, ഭയങ്കര പ്രശ്നമൊക്കെ ഡിപ്രഷനൊക്കെ ആയി, BP ഒക്കെ അടിച്ച് ഒരു ദിവസം വീണു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ പോയാൽ പറ്റില്ല, എന്തെങ്കിലും എൻ്റർടൈനായിട്ടുള്ള എൻഗേജ്ഡ് ആയിട്ട് നിൽക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ അച്ഛനും മോളും കൂടെ തുടങ്ങിയ റീൽസ് പരിപാടിയാണ് അഭിനയത്തിലെത്തിയത്. അതിന് പ്രീമിയർ പത്നി അനൂപാണ് എനിക്ക് ചാൻസ് തന്നത്. സിനിമയിൽ വിപിൻ ദാസ്, രണ്ടും എൻ്റെ കൂട്ടുകാരാണ്. റീൽസ് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ആൾക്കാർ ഏറ്റെടുത്തായിരുന്നു. അതെ, ആ ഒരു ടൈമിലൊക്കെ എപ്പോൾ മൊബൈൽ എടുത്താൽ അത് അനൂപും ആർദ്രയും ചെയ്ത റീൽസ്. അതെ. പിന്നെ വേറെ ആരുണ്ട് ഇപ്പോൾ ടെൻഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ, ഫുള്ള് കാണാതെ പഠിച്ചു, അതിൻ്റെ ടെൻഷൻ, ഡയലോഗ് മാറിപ്പോയി. പക്ഷെ ഫൈനൽ ഔട്ട് കണ്ടിട്ട് സി എന്ന് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും നന്നായിട്ട് ചെയ്ത ആളിൽ ഒരാൾ അരുൺ എന്നാണ്. അതുമാത്രമല്ല കമ്മട്ട എനിക്ക് രണ്ടാമതൊരു ഇതാണ്. കാരണം കമ്മട്ടം തുടങ്ങുന്ന 4 മാസം മുമ്പ് എൻ്റെ സൗണ്ട് പോയായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എൻ്റെ വോക്കൽ കോഡിനകത്തൊരു ചെറിയ പോളിപ്പ് പോലെ വന്ന് ഒരു ദിവസം രാവിലെ എനിക്ക് അന്നത്തെ സംസാരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം വന്നു. അപ്പോൾ ഒരു 3 മാസം വോയിസ് റെസ്റ്റ്, പെട്ടെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ പെട്ടെന്ന് സംസാരം നിൽക്കാൻ പറ്റാതെ ഒരു 3 മാസം വോയിസ് റെസ്റ്റ് എടുത്തിട്ട് ഡോക്ടർ പറഞ്ഞ് ചെറുതായിട്ട് സംസാരിച്ച് തുടങ്ങാൻ തുടങ്ങി.
അപ്പോൾ ഒരു 3-4 മാസമായപ്പോൾ കുറേ പടങ്ങളങ്ങ് പോയി. വാഴയൊക്കെ ചെയ്ത് കിട്ടിയ ഒരുപാട് പടങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ലൈനപ്പിൽ വന്ന പടങ്ങളെല്ലാം പോയി. പിന്നെ ആരും വിളിക്കുന്നില്ല. ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. അപ്പോഴങ്ങനെ ഇരിക്കാൻ നേരത്താണ് ദൈവാനുഗ്രഹമായിട്ട് ഷാൻബായ് വിളിച്ചത്. അപ്പോൾ ഷാൻബായുടെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ വോയിസ് പ്രശ്നമുണ്ട്, അപ്പോൾ എന്തെങ്കിലും പ്രശ്നം. അപ്പോൾ ഷാൻബായ് പറഞ്ഞു ആണോ ഒരു കുഴപ്പമില്ല, നിങ്ങൾ വന്നങ്ങ് ചെയ്തു, നിങ്ങളെ കണ്ടാണ് ഞാനത് എഴുതിയത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്നെപ്പോലെ ഒരു പുതിയ ആളെ വെച്ച് എന്നെ കണ്ടൊക്കെ എഴുതുന്നു. കൊച്ചുകുട്ടിയായിട്ടുള്ള 47-year-old അവ ഹാപ്പിയാണ്. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ അത് ചെയ്ത് കഴിഞ്ഞ ശേഷം എനിക്ക് സിനിമ ചെയ്യാൻ പറ്റുമെന്നൊക്കെ വോയിസിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ചെയ്തപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയി. പിന്നെ ഞാൻ ഡോക്ടറെ പോയി കണ്ടപ്പോൾ അത് മൊത്തത്തിൽ മാറി. ഇപ്പം ഞാനൊരു 4 പടം ഇതിൽ നിന്ന് കിട്ടിയവനെ ഞാൻ ഡീൽ ചെയ്തിട്ടുണ്ട്. അടിപൊളി. ഇനിയും ചെയ്യട്ടെ, ഇനി ഒരുപാട് എന്തൊക്കെ മൊമെന്റ്സ് ഇവിടെ നടന്നേക്കുന്നത് അല്ലേ. ഓക്കെ, എന്തായാലും അടിപൊളിയായിട്ട്. എനിക്ക് എന്തായാലും ചിരി ഭയങ്കര ഇഷ്ടമായി. ആ ചിരിയിൽ എല്ലാവരും വീണു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇത് സീരീസ് റിലീസിന് എത്തുകയാണ്. ഇപ്പോൾ അജയേട്ടനൊരു ഡയറക്ടർ എന്ന നിലയിലും കൂടി ചോദിക്കുകയാണ്. നമ്മളൊരു സിനിമയല്ല സീരീസിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ എപ്പിസോഡുകൾ ആൾക്കാർ കാണാൻ വേണ്ടി ഇത്തിരി ടെൻഷനുള്ള പരിപാടിയാണ്. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയറി കാണും. ഇപ്പോൾ സെക്കൻഡ് ഹാഫ് തൊട്ടാണ് നല്ലതെങ്കിൽ ആൾക്കാർ പറയും സെക്കൻഡ് ഹാഫ് തൊട്ട് ആ പടം നല്ലതാണ്. അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. സീരീസ് ആദ്യത്തെ ഒരു എപ്പിസോഡ് വീണ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് കാണാൻ ഇത്തിരി ടെൻഷനുള്ള കാര്യമാണ്. അപ്പോൾ അത്രയും ടെൻഷനുള്ള രീതിയിൽ ഒന്നാമത്തെ കാര്യം ഇതെന്തുകൊണ്ടാണ് ഇതൊരു സീരീസായി മാറിയത്? അല്ല, അത് കറക്റ്റായിട്ട് സീരിയസ് ആയി മാറി എന്താണെന്ന് എനിക്കറിയില്ല. അത് ഷാനിനോട് സീന്ന് ഇങ്ങനെ ഒരു ത്രെഡ് കൊടുത്തിട്ട് ഇത് നല്ലതാണ്, ഇതൊന്ന് വായിച്ചു നോക്കി, ഇങ്ങനെ ഒരു സീരീസ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അത് വായിച്ചിട്ട് ഇതിനകത്തൊരു സീരീസിനുള്ള ഒരു പ്ലോട്ട് ഉണ്ടെന്നും ഇൻട്രസ്റ്റിംഗ് ആണെന്നും, കാരണം ഒരു റിയൽ ലൈഫ് ഇൻസിഡൻ്റൊക്കെ ഉണ്ട് തൃശ്ശൂർ നടന്നത്, അതെല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് പുള്ളിക്കാരൻ പിന്നീട് സീരീസിൻ്റെ ഫോർമാറ്റ് മനസ്സിലാക്കി എത്ര മിനിറ്റ് വേണമെന്നുള്ളത് ഓരോ സീരീസ് എൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഓരോ എപ്പിസോഡ് എൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഹുക്കിംഗ് പോയിന്റ് വേണം, എന്നാലേ അടുത്ത എപ്പിസോഡിലേക്ക് കാണത്തുള്ളൂ. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇതിലേക്ക് വന്നത്. അതെ. ഓക്കെ, ഇനി സമയം വളരെ കുറച്ചുള്ളൊരു 1-2 കാര്യങ്ങൾ പെട്ടെന്ന് ചോദിക്കാനുള്ളത്. ബ്രദറിനെ നേരിട്ട് കാണുമ്പോൾ ചോദിക്കണമെന്ന് വിചാരിച്ചതാണ്. മൈ ലൈഫ് പാർട്ട്ണർ നമുക്ക് സ്റ്റേറ്റ് അവാർഡ് മേടിച്ചെന്ന, നമുക്കെന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് മേടിച്ചെന്നതിന് പറയുള്ളൂ, നിങ്ങൾ വഴി മേടിച്ചെന്നൊരു മൂവിയാണ്. ആ ഒരു സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ മുമ്പിൽ ചിന്തിച്ചിരുന്നോ? ആ ഒരു കഥ കേൾക്കുമ്പോൾ ഞാനത് ചെയ്യണോ? സാധാരണ ഒരു ക്യാരക്ടറല്ല. ഇല്ല. ആക്ച്വലി ആ സമയത്ത് വളരെ എൻ്റെ ഏർലി കരിയറുടെ സ്റ്റേജസ് ആയിരുന്നു. ഇതേപോലെ വല്ല ജോലിയുണ്ടോ സാർ എന്ന് പറഞ്ഞ് ചോദിച്ചു നടക്കുന്ന സമയത്ത് ഒരു ജോലി കിട്ടുമ്പോൾ ഇതൊന്നും ആലോചിക്കാൻ മൈൻഡ് സ്പേസ് ഒന്നുമില്ല. അത് കിട്ടി, അതിനെ ഏതെങ്കിലും ഒരു ആക്ടിങ് ജോബിനെ പോലെ തന്നെയാണ് അത് ചെയ്തത്. അതിന്ന് പിന്നെ വേറെ പ്രതീക്ഷകളൊന്നും ഉണ്ടായില്ല. അത് റിലീസായി തിയേറ്ററിലെത്തിയപ്പോൾ വളരെയധികം സന്തോഷമുണ്ടായിരുന്നു. കുറച്ച് തിയേറ്ററിൽ അവിടെ ഇവിടെയൊക്കെ പ്ലേ ചെയ്തു. ബോംബെയിൽ ഒരു തിയേറ്ററിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ കൊണ്ടുപോയി കാണിച്ചു, അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര അതൊക്കെ ഉണ്ടായിരുന്നു. 1-2 ദിവസം തിയേറ്ററിലുണ്ടായിരുന്നു. ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടുമെന്നൊക്കെ ഒന്നും ആരും പ്രതീക്ഷിച്ചില്ല, അത് വിചാരിച്ച പോലുമില്ല. ഇത് അറിയുന്നത് എങ്ങനെയാണ്? ഞാൻ ആ സമയത്ത് ഒരു വെബ് സീരീസ് ഡയറക്റ്റ് ചെയ്തിരുന്നു, നോട്ട് ഫിറ്റ് എന്ന് പറഞ്ഞു. അതിൻ്റെ എഡിറ്റിങ്ങിൽ ഞാൻ ഇരിക്കുകയായിരുന്നു. ആ എഡിറ്റിങ്ങിൽ ഇരിക്കുമ്പോഴാണ് എനിക്ക് അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഫോൺ ചെയ്ത് പറഞ്ഞത് ഒരു ഗുഡ് ന്യൂസ് വരുന്നുണ്ടെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്താണ് ഗുഡ് ന്യൂസ് എന്ന്. അന്ന് സ്റ്റേറ്റ് അവാർഡൊക്കെ അനൗൺസ് ചെയ്യണമെന്ന് അറിയുന്നു, പക്ഷേ നമ്മൾ അത് അസോസിയേറ്റേ ചെയ്യില്ലല്ലോ അങ്ങനെ ആ ഒരു ലീഗിൽ തന്നെ നമ്മളുണ്ടെന്ന്. പിന്നെ സഡൻലി നോക്കിയപ്പോഴാണ് കോള് വരാൻ തുടങ്ങി, സ്റ്റേറ്റ് അവാർഡ് കിട്ടി എന്ന് പറഞ്ഞു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ. പിന്നെ ഞാൻ വിചാരിച്ചു ഇത് അതേ സ്റ്റേറ്റ് അവാർഡാണോ, വേറെ വല്ല സ്റ്റേറ്റ് അവാർഡ് ഇതൊക്കെ ഉണ്ടോ, ഇത് ഏതാണ്? ഓക്കെ, എന്തായാലും കൺഗ്രാറ്റ്സ് വൺസ് അഗെയിൻ. എന്തായാലും സന്തോഷം. അപ്പോൾ ഇതുപോലെ നമ്മുടെ സീരീസിലും എല്ലാത്തിലും ഇതുപോലെ ഒരുപാട് പുരസ്കാരങ്ങൾ നമ്മൾ വാരിക്കൂട്ടട്ടെ. ലാസ്റ്റായിട്ട് ഒരൊറ്റ കാര്യം കൂടി ചേട്ടനോട്, മമ്മൂക്കാനെ വെച്ചിട്ടാണ് കൂടുതൽ വർക്കുകൾ ചെയ്തേക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരിച്ചറിവാണ് എല്ലാം മാറി തിരിച്ച് കോണ്ടാക്റ്റിലുണ്ടോ? ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ ഇത് അറിഞ്ഞപ്പം ചെന്നൈയിൽ മറ്റേ ആൻഡോ ചേട്ടനെ ജോർജ് ചേട്ടനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വേറെ ലൊക്കേഷനിലായിരുന്നു. അപ്പോഴത്തേക്ക് പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട്, ഉടനെ തിരിച്ചു വരും. ഞാൻ ആ സമയത്ത് ഒരു മെസ്സേജ് ചെയ്തു, മെസ്സേജിന് റിപ്ലൈ ഒക്കെ തന്നു. കോൺടാക്റ്റിൽ നിൽക്കാറുണ്ടോ? ഇടയ്ക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്, കാരണം വിളിക്കാറില്ല, മെസ്സേജ് ഇങ്ങനെ ഇടയ്ക്ക് ഇടാറുണ്ട്. ഒരു കാര്യം കൂടി, ഇപ്പോൾ ഒരു മമ്മൂക്കാരുടെ അടുത്ത് നമ്മളെപ്പോഴും ഒരു കഥയായിട്ട് ചെല്ലുമ്പോൾ നമ്മൾ അങ്ങോട്ട് എത്തുന്നത് തന്നെ കുറച്ച് കടമ്പകൾ കഴിഞ്ഞിട്ടാണ്.
അവിടെ എത്തുകയാണെങ്കിൽ നമ്മളത് സംസാരിക്കുകയാണെങ്കിൽ കറക്റ്റ് ഫുൾ പിക്ചറായിട്ട് വേണം നമ്മളവിടെ എത്താൻ. കാരണം ഒറ്റ ചാൻസാണ് അതിൽ സംസാരിക്കുക എന്നുള്ള രീതിയിലാണ്. ശരിക്കും നമുക്കത് അടുത്ത് ചെന്നൊരു കഥ നറേറ്റ് ചെയ്യുമ്പോൾ എടുക്കുന്നൊരു എന്താ പറയുക എഫേർട്ട് എന്താണ്? ഈ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ ആദ്യത്തെ സിനിമയിൽ ഉദയകൃഷ്ണ സിബിക്ക തോമസ് ആയതുകൊണ്ട് അവരുടെ ഒരു സ്ക്രിപ്റ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ അവരുമായിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അവരാണ് നറേറ്റ് ചെയ്തത്. രണ്ടാമത്തതും ഉദയേട്ടനായിരുന്നു. അപ്പോൾ ഉദയേട്ടനാണ് നറേറ്റ് ചെയ്തത്. മൂന്നാമത്തേന് മാത്രമേ എനിക്ക് ആ ഒരു ഇതുണ്ടായിരുന്നുള്ളൂ. പക്ഷേ റൈറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഫുൾ സ്ക്രിപ്റ്റ് വായിക്കുമായിരുന്നു. ഒറ്റ സ്ട്രക്ചറിലിരുന്നു വായിക്കുമായിരുന്നു. ഒറ്റ സ്ട്രക്ചർ. അതായത് ഷൈലോക്കിൻ്റെത് രാവിലെ തുടങ്ങി ഒരു ഉച്ചയ്ക്ക് ഒരു 2:30-3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാൻ പോയി. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പിരിഞ്ഞ് പിന്നെ അതിനുശേഷം ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് കേൾക്കാമെന്ന് പറഞ്ഞു. പക്ഷേ പുള്ളി എനിക്കൊന്നും ഉറങ്ങുമെന്തോ ചെയ്തു. പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. ഓക്കെ. ഇപ്പോൾ അതിനുശേഷം ആ ഒരു ബന്ധം ഇപ്പോഴും നല്ല രീതിയിൽ ഉറപ്പായിട്ടും പോകുന്നുണ്ട്. ഓക്കെ. എന്തായാലും നല്ല വാർത്തകളാണ് ഇപ്പോൾ എല്ലാം. വലിയൊരു പുതിയൊരു പ്ലാനിങ് ഉണ്ടോ അടുത്തൊരു? ഇല്ല ഇതിന് മുന്നേ ഒരെണ്ണം ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഇനിയിപ്പോൾ അറിയില്ല നോക്കട്ടെ. ഓക്കെ. എന്തായാലും എല്ലാം സംഭവിക്കട്ടെ നന്നായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് സമയം വളരെ കുറച്ചുള്ളൂ. അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി നമ്മുടെ കമ്മട്ടം ആളുകളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. എല്ലാവരും, മലയാളികളല്ല, എല്ലാവരും അത് ഏറ്റെടുക്കട്ടെ. ഇതിൽ അഭിനയിച്ചവർക്കും എല്ലാവർക്കും അതിൻ്റേതായ അംഗീകാരങ്ങൾ കിട്ടട്ടെ. ഞങ്ങൾക്ക് ഈ ഓണത്തിന് നല്ലൊരു ഗിഫ്റ്റ് ആവട്ടെ ഈ ഒരു സീരീസ്. എല്ലാവർക്കും ഒരുപാട് ആശംസകൾ നേരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.